നമസ്കാരം. 1202 ചിങ്ങമാസത്തിൽ ഓരോ ഗ്രഹങ്ങളുടെയും ഗോചരസ്ഥിതി അനുസരിച്ച് ഓരോ രാശിക്കാർക്കും അതാത് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചിങ്ങമാസത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങളാണ് അനുകൂലമായിട്ടും ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഇവർക്ക് പ്രതികൂലമായിട്ടും വന്നിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓരോ രാശിക്കാർക്കും ചിങ്ങമാസത്തെ പ്രതികൂല സ്ഥാനത്ത് വരുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കി ഈ മാസം അവർ ചെയ്യേണ്ട ദോഷപരിഹാരത്തെ പറ്റി വീഡിയോയുടെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഈശ്വര പ്രാർത്ഥനയും ക്ഷേത്ര ദർശനവും കഴിയുന്ന രീതിയിൽ ചെറിയ ചെറിയ വഴിപാടുകളും ഒക്കെ ചെയ്താൽ ദോഷഫലങ്ങൾ ലഘൂകരിക്കാനും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുവാനും ഇവർക്ക് കഴിയുന്നതായിരിക്കും. 1202 ചിങ്ങമാസത്തെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. രവി ചിങ്ങത്തിലും കുജൻ അതായത് ചൊവ്വ മിഥുനത്തിലും ബുധൻ മാസാരംഭത്തിൽ കർക്കിടകത്തിലും 6-ാം തീയതി ചിങ്ങത്തിലേക്കും 22-ന് കന്നിയിലേക്കും മാറുകയാണ്. ഗുരു കർക്കിടത്തിലും ശുക്രൻ 16 വരെ കന്നിയിലും 17 തുലാം രാശിയിലേക്കും, ശനി മീനത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ഈ മാസം തുടരുന്നു. ആദ്യമായി മേടക്കൂറുകാരെ പറ്റി നോക്കാം. അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ 15 നാഴിക അടങ്ങിയതാണ് മേടക്കൂറ്. ഇവർക്ക് രവി 5-ലും കുജൻ 3-ലും ബുധൻ 4-ലും 5-ലും 6-ലുമായിട്ടും ഗുരു 4-ലും ശുക്രൻ 6-ലും 7-ലും ആയിട്ടും ശനി 12-ലും രാഹു 11-ലും കേതു 5-ലുമായിട്ടാണ് ഉള്ളത്. ഇവർക്ക് രാഹു മാത്രമാണ് പൂർണ്ണമായി അനുകൂല സ്ഥാനത്ത് ഉള്ളത് എന്ന് പറയാം. ബുധൻ 5 മുതൽ 21 വരെ അത്ര ഗുണകരമല്ലെങ്കിലും ബാക്കി സമയം ഒക്കെ അനുകൂല സ്ഥാനത്ത് ആണുള്ളത്. ആദിത്യൻ അഥവാ രവി, കുജൻ, ഗുരു, ശുക്രൻ, ശനി, കേതു എന്നീ ഗ്രഹങ്ങൾ ചിങ്ങമാസം പ്രതികൂലമായിട്ടാണ് ഇവർക്ക് ഉണ്ടാവുക. പ്രതികൂല ഗ്രഹങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കി ഗ്രഹപ്രീതിക്കായി വഴിപാടുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വഴിപാടുകൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇടവക്കൂറിലെ നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. കാർത്തികയുടെ അവസാനത്തെ 3 പാദം, രോഹിണി മകേരം ആദ്യത്തെ 2 പാദം അടങ്ങിയ ഇടവക്കൂറുകാർക്ക് രവി 4-ലും ബുധൻ 3, 4, 5 ഭാവത്തിലും ഗുരു 3-ലും രാഹു 10-ലും കേതു 4-ലും ശനി 11-ലും ശുക്രൻ 5, 6-ലും ആണ്. ഇതിൽ രവിയും ഗുരുവും കേതുവും രാഹുവും അത്ര ഗുണകരമല്ല. ബുധൻ 3-ാം ഭാവത്തിലുള്ള 5-ാം തീയതി വരെയും അതേപോലെ 5-ാം ഭാവത്തിലേക്ക് മാറുന്ന 22-ന് ശേഷവും ഗുണകരമായിരിക്കുകയില്ല. മാസം മുഴുവനും പൂർണ്ണമായി ഗുണസ്ഥാനത്ത് നിൽക്കുന്നത് ശുക്രൻ മാത്രമാണ്. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ടവരെ പറ്റിയാണ് പറയുന്നത്. മകേരത്തിൻ്റെ അവസാനത്തെ 2 പാദവും തിരുവാതിരയും പുണർദം 3/4 അടങ്ങിയ നക്ഷത്രക്കാരാണ് മിഥുനക്കൂറിൽ ഉള്ളത്. ഇവർക്ക് രവി 3-ലും കുജൻ ജന്മത്തിലും ഗുരു 2-ലും ബുധൻ 2, 3, 4 ഭാവത്തിലുമാണ്. കേതു 9-ലും രാഹു 3-ലും ശനി 10-ലും ശുക്രൻ 4, 5 ഭാവത്തിലും ആണ്. ഇവർക്ക് കുജനും കേതുവും ശനിയും അത്ര ഗുണകരമല്ല. ബുധൻ 6 മുതൽ 21 വരെയും അത്ര ശുഭസ്ഥാനത്ത് ആയിരിക്കുകയില്ല. എന്നാൽ രവിയും ഗുരുവും കേതുവും ശുക്രനും അനുകൂലമാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദം അവസാനത്തെ 15 നാഴിക, പൂയം ആയില്യം നക്ഷത്രക്കാർ അടങ്ങിയ കർക്കിടകക്കൂറുകാർക്ക് രവി 2-ലും കുജൻ 12-ലും ബുധൻ 1, 2, 3 ഭാവത്തിലും രാഹു 8-ലും കേതു 2-ലും ശനി 9-ലും ശുക്രൻ 3, 4 ഭാവങ്ങളിലുമാണ് ഈ മാസം ഉണ്ടായിരിക്കുക. ഇവർക്ക് രവിയും കുജനും കേതുവും രാഹുവും ശനിയും അത്ര ഗുണകരമല്ല. ബുധൻ 5-ാം തീയതി വരെയും 22-ന് ശേഷവും പ്രതികൂലമായിട്ടാണ് വരുന്നത്. ശുക്രൻ മാത്രമാണ് പൂർണ്ണമായും അനുകൂല ഭാവത്തിൽ വരുന്നത്. അടുത്തത് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ പാദം അടങ്ങിയതാണ്. ഇവർക്ക് രവി ജന്മത്തിലും കുജൻ 11-ലും ബുധൻ 12, 1, 2 ഭാവങ്ങളിലും ഗുരു 12-ലും കേതു 1-ലും രാഹു 7-ലും ശനി 8-ലും
ശുക്രൻ 2, 3 ഭാവങ്ങളിലുമാണ് ചിങ്ങമാസത്തിൽ വരുന്നത്. ഇവർക്ക് രവി ജന്മരാശിയിലേക്ക് ഗോചരം ചെയ്യുന്നത് അത്ര ഗുണകരമല്ലെങ്കിലും രവിയുടെ സ്വക്ഷേത്രമായ ചിങ്ങത്തിലേക്ക് ഗോചരം ചെയ്യുന്നത് കൊണ്ട് തന്നെ ദോഷഫലങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയില്ല. ഗുരുവും രാഹുവും കേതുവും ശനിയും അത്ര ഗുണകരമല്ല. കുജനും ശുക്രനുമാണ് പൂർണ്ണമായും ഗുണസ്ഥാനത്ത് നിൽക്കുന്നത്. ബുധൻ 22-ന് ശേഷം ഗുണകരമായി മാറുന്നതാണ്. അടുത്തത് കന്നിക്കൂറ്. ഉത്രം അവസാനത്തെ 3 പാദം, അത്തം ചിത്തിര ആദ്യത്തെ 2 പാദം അടങ്ങിയ നക്ഷത്രക്കാരായ കന്നിക്കൂറുകാർക്ക് രവി 12-ലും കുജൻ 10-ലും ബുധൻ 1, 12, 11 ഭാവങ്ങളിലും ഗുരു 11-ലും രാഹു 6-ലും കേതു 12-ലും ശനി 7-ലും ശുക്രൻ 1, 2 ഭാവങ്ങളിലുമായിട്ടാണ് ഈ മാസം വരുന്നത്. ഈ രാശിയിലെ നക്ഷത്രക്കാർക്ക് രവിയും കുജനും കേതുവും ശനിയും അത്ര ഗുണകരമായ സ്ഥാനത്തല്ല. ബുധൻ 6 മുതൽ 21 വരെ ഗുണകരമായിരിക്കും. 22-ന് ശേഷവും ഗുണകരമായിരിക്കുകയില്ല. ഗുരുവും ശുക്രനും രാഹുവും മാത്രമാണ് ഈ മാസം മുഴുവനും ഇവർക്ക് പൂർണ്ണമായും ഗുണകരമായ ഭാവത്തിൽ നിൽക്കുന്നത്. അടുത്തത് തുലാക്കൂറാണ്. ചിത്തിരയുടെ അവസാനത്തെ 2 പാദം, ചോതി വിശാഖം 3/4 അടങ്ങിയ തുലാക്കൂറുകാർക്ക് രവി 11-ലും കുജൻ 9-ലും ബുധൻ 10, 11, 12 ഭാവങ്ങളിലും ഗുരു 10-ലും രാഹു 5-ലും കേതു 11-ലും ശനി 9-ലും ശുക്രൻ 12, 1 ഭാവത്തിലുമാണ് ഉള്ളത്. ഇവർക്ക് കുജനും രാഹുവും ഗുരുവും അത്ര ഗുണകരമല്ല. ബുധൻ 22-ന് ശേഷം ദോഷഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുക. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖം അവസാനത്തെ പാദം, അനിഴം തൃക്കേട്ട അടങ്ങിയ വൃശ്ചികക്കൂറുകാർക്ക് രവി 10-ലും കുജൻ 8-ലും ബുധൻ 9, 10, 11 ഭാവങ്ങളിലും ഗുരു 9-ലും രാഹു 4-ലും കേതു 10-ലും ശനി 5-ലും ശുക്രൻ 11, 12 ഭാവങ്ങളിലുമാണ് 1202 ചിങ്ങമാസത്തിൽ വരുന്നത്. ഇവർക്ക് മാസാരംഭത്തിൽ 6-ാം തീയതി വരെ ബുധൻ അത്ര ഗുണകരമല്ല. രാഹുവും കേതുവും ശനിയും കുജനും ഈ മാസം ദോഷഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുക. ശുക്രനും ഗുരുവും രവിയും മാത്രമാണ് പൂർണ്ണമായും അനുകൂലമായ ഭാവത്തിൽ നിൽക്കുന്നത്. അടുത്തത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം നക്ഷത്രക്കാരടങ്ങിയ ധനുക്കൂറുകാർക്ക് രവി 9-ലും കുജൻ 7-ലും ബുധൻ 8, 9, 10 ഭാവങ്ങളിലും ഗുരു 8-ലും രാഹു 3-ലും കേതു 9-ലും ശനി 4-ലും ശുക്രൻ 10, 11 ഭാവത്തിലുമാണ് ചിങ്ങമാസത്തിൽ വരുന്നത്. ഇവർക്ക് 6-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ബുധൻ അത്ര ഗുണകരമായിരിക്കില്ല. രവി, കുജൻ, ഗുരു, കേതു, ശനി എന്നിവ ദോഷസ്ഥാനത്താണ് ഈ മാസം വരുന്നത്. ശുക്രൻ 16-ാം തീയതി വരെ അനുകൂലമായ സ്ഥാനത്ത് അല്ല. രാഹു മാത്രമാണ് ഈ മാസം മുഴുവനായിട്ടും അനുകൂലമായി വരുന്നത്. അടുത്തത് മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യത്തെ 2 പാദം അടങ്ങിയ മകരക്കൂറുകാർക്ക് രവി 8-ലും കുജൻ 6-ലും ബുധൻ 7, 8, 9 ഭാവങ്ങളിലും ഗുരു 7-ലും രാഹു 2-ലും കേതു 8-ലും ശനി 3-ലും ശുക്രൻ 9, 10 ഭാവങ്ങളിലുമായിട്ടാണ് ചിങ്ങമാസത്തെ ഗ്രഹനില. ഇവർക്ക് രവിയും രാഹുവും കേതുവും അത്ര ഗുണകരമല്ല. ശുക്രൻ 17-ാം തീയതിക്ക് ശേഷം ഗുണകരമായിരിക്കില്ല. ബുധൻ 6-ാം തീയതി മുതൽ 21-ാം തീയതി വരെ മാത്രമാണ് അനുകൂലമായിട്ട് വരുന്നത്. എന്നാൽ കുജനും ശനിയും ഗുരുവും പൂർണ്ണമായും അനുകൂലമായിട്ടാണ് ചിങ്ങമാസത്തിൽ വരുന്നത്. അടുത്തത് കുംഭക്കൂറ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, പൂരുരുട്ടാതി 3/4 അടങ്ങിയ കുംഭക്കൂറുകാർക്ക് രവി 7-ലും കുജൻ 5-ലും ബുധൻ 6, 7, 8 ഭാവങ്ങളിലും ഗുരു 6-ലും രാഹു 1-ലും കേതു 7-ലും ശനി 2-ലും ശുക്രൻ 8, 9 ഭാവത്തിലുമായിട്ടാണ് വരുന്നത്. ഇവർക്ക് രവിയും കുജനും ഗുരുവും രാഹുവും കേതുവും
ശനിയും അത്ര ഗുണകരമല്ല. 6 മുതൽ 21 വരെ ബുധനും 17 ശേഷം ശുക്രനും ശുഭസ്ഥാനത്ത് ആയിരിക്കില്ല. അടുത്തത് മീനക്കൂറ്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളടങ്ങിയ മീനക്കൂറുകാർക്ക് രവി 6-ലും കുജൻ 4-ലും ബുധൻ 5, 6, 7 ഭാവങ്ങളിലും ഗുരു 5-ലും രാഹു 12-ലും കേതു 6-ലും ശനി 1-ലും ശുക്രൻ 7, 8 ഭാവത്തിലും ആണ്. ഇവർക്ക് കുജനും രാഹുവും ശനിയും അത്ര അനുകൂലമല്ല. ശുക്രൻ 17 മുതലും ബുധൻ 6 മുതൽ 21 വരെയും അനുകൂലമായിരിക്കും. രവിയും ഗുരുവും കേതുവും പൂർണ്ണമായും ഈ മാസം അനുകൂല ഭാവത്തിലാണ് വരുന്നത്. 1202 ചിങ്ങമാസം ഓരോ രാശിക്കാർക്കും അതിലടങ്ങിയ നക്ഷത്രക്കാർക്ക് ഏതൊക്കെ ഗ്രഹങ്ങളാണ് അനുകൂലമായിട്ടും ഏതൊക്കെ ഗ്രഹങ്ങളാണ് പ്രതികൂലമായിട്ടും നിൽക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞത്. പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതെന്ന് മനസ്സിലാക്കി ആ ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി ചെയ്യാവുന്ന പരിഹാര മാർഗങ്ങളെ പറ്റിയാണ് ഇനി പറയുന്നത്. രവിയുടെ അതായത് ആദിത്യൻ്റെ ദോഷപരിഹാരമായിട്ട് ദക്ഷിണമൂർത്തിക്ക് വഴിപാട് ചെയ്യുക, മഹാദേവന് ജലധാര, ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക എന്നിവയൊക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. ബുധൻ ദോഷഫലമായി നിൽക്കുന്നവർക്ക് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും കദളിപ്പഴം, പാൽപ്പായസം എന്നിവ കഴിപ്പിക്കുന്നതും വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ ഇവർക്ക് ദോഷഫലങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായകമായിരിക്കും. ചൊവ്വ അതായത് കുജൻ ദോഷസ്ഥാനത്ത് ഉള്ളവർക്ക്, ഓജരാശിയിലുള്ളവർക്ക് സുബ്രഹ്മണ്യ സ്വാമിയെ ദർശനം നടത്തും, നാരങ്ങമാല, പഞ്ചാമൃത നിവേദ്യം, പാലാഭിഷേകം, നെയ്യ് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും യുഗ്മരാശിയിൽ ആണെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുകയും രക്തപുഷ്പാഞ്ജലി, കടുംപായസം എന്നിവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ദോഷഫലങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായകമാകും. വ്യാഴപ്രീതിക്കായിട്ട് ഗുരുവിനെ പ്രീതിപ്പെടുത്തുന്നതിനായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും തുളസിമാല ചാർത്തുന്നതും പാൽപ്പായസം കഴിപ്പിക്കുന്നതും വിഷ്ണു പൂജ ചെയ്യുന്നതും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ ഇവർക്ക് ഗുണകരമായിരിക്കും. ശുക്രദോഷ പരിഹാരത്തിനായിട്ട് ലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുന്നതും ലക്ഷ്മി ഗായത്രി മന്ത്രം ജപിക്കുന്നതും വഴിപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്താൽ ഇവർക്ക് ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. ശനിദോഷ പരിഹാരത്തിനായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം, എള്ളുതിരി എന്നിവ തെളിയിക്കുന്നതും ശനീശ്വര മന്ത്രം ജപിക്കുന്നതും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ഗുണകരമായിരിക്കും. രാഹുദോഷ പരിഹാരമായിട്ട് നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും കേതുദോഷ പരിഹാരമായിട്ട് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതും വഴിപാട് ചെയ്യുന്നതും ഇവർക്ക് ഗുണകരമായിരിക്കും.